ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ലെമൺ ജ്യൂസുകളുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും ഈ ചൂട് കാലത്ത് ലെമൺ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാറുണ്ട്. എന്നാൽ നല്ല കളർഫുള്ളായിട്ടുള്ള ലെമൺ ജ്യൂസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് ചൂടിനെ ശമിപ്പിക്കാനും അതുപോലെ ഇഫ്താറിൻ്റെ വേളയിലും അതുപോലെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള 3 തരം കളർഫുള്ളായിട്ടുള്ള ലെമൺ ജ്യൂസുകളാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ലെമൺ ജ്യൂസുകൾ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ലെമൺ ജ്യൂസ് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. ഈ ക്യാരറ്റ് ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പച്ചക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ക്യാരറ്റ് അരിക്കുന്ന ടൈമിൽ ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ജ്യൂസുകൾ മുഴുവനും പെട്ടെന്ന് തന്നെ നമുക്ക് താഴോട്ട് അരിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ക്യാരറ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്കൊരു 5-6 തവണ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, ഫ്രിഡ്ജിലുണ്ടാവുന്നത്, അതിലോട്ട് ഈ ജ്യൂസുകൾ നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ക്യൂബാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബീറ്റ്റൂട്ടാണ്. നല്ലൊരു വയലറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്റ്റൂട്ടാണ് വേണ്ടത്. ഇതും തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അരിക്കാതെ നമ്മൾ ഒരിക്കലും ക്യൂബ് ഉണ്ടാക്കരുത്. കാരണം ഇതിൻ്റെ തരികൾ ലെമൺ ജ്യൂസിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രം, ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് മാത്രം എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ജ്യൂസുകൾ മുഴുവനും നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇനി നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന മോൾഡിൻ്റെ മറ്റേ ഭാഗത്ത് ഈ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ക്യൂബാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്യൂബുകൾ എടുത്തിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈമിൽ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നമുക്ക് ജ്യൂസുകൾ തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ ഇല്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലേക്കോ ഒക്കെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലെമൺ അതേപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ജ്യൂസ് കുടിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ലെമണിൻ്റെ ജ്യൂസ് മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം കുറച്ച് മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഷുഗറൊക്കെ നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് വരെ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം.
അടിച്ചെടുക്കുന്ന ടൈമിൽ ചെറുനാരങ്ങയുടെ കുരുവോ തൊലിയോ ഒന്നും പെടാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുപോലെ നമ്മൾ മിൻറ്റൊക്കെ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചി ചേർക്കാറുണ്ട്. അതൊന്നും ഈ ജ്യൂസിൽ ചേർക്കരുത്. അപ്പോൾ നമ്മളെ കളർഫുള്ളായിട്ട് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് പകരം നമുക്ക് ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റായിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നോർമലായിട്ടുള്ള ലെമൺ ജ്യൂസ് തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ് ക്യൂബൊക്കെ ഞാൻ ഈ മോൾഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം 2 ക്യാരറ്റിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. മറ്റേ ഗ്ലാസ്സിലോട്ട് 2 ബീട്രൂട്ടിൻ്റെ ക്യൂബും 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നോർമൽ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഓരോ ഗ്ലാസ്സിലോട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കളറ് ലെമൺ ജ്യൂസിൽ ഉണ്ടാവും. കണ്ടല്ലോ, നല്ലൊരു ഓറഞ്ച് കളറായിട്ടാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ ലെമൺ ജ്യൂസ് ഉണ്ടാവുക. അതുപോലെ ലൈറ്റ് വയലറ്റ് കളറാണ് ബീട്രൂട്ടിൻ്റെ ലെമൺ ജ്യൂസ് ഉണ്ടാവുക. അപ്പോൾ ഇതിനൊരു വ്യത്യസ്തമായ രീതിയിലുള്ള കളറിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റിൻ്റെ ക്യൂബും ഒരു ബീട്രൂട്ടിൻ്റെ ക്യൂബും 2-3 സാധാരണ ഐസ് ക്യൂബ് ഇട്ടിട്ട് മറ്റൊരു ഗ്ലാസ്സിൽ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. കണ്ടല്ലോ, ഇതിന് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഉണ്ടാവുക. അങ്ങനെ 3 തരം വ്യത്യസ്തമായ രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള ജ്യൂസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂബുകൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാകുമ്പം ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല, ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ലെമൺ ജ്യൂസാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ 1-2 മാത്രം ക്യൂബുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കളർഫുള്ളാക്കാം. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. ക്യാരറ്റാണ് ബീട്രൂട്ടാണ് എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി വെജിറ്റബിൾസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുന്തിരി, അതുപോലെ എന്താ പറയുക, മാംഗോ, പൈനാപ്പിൾ, ഇതൊക്കെ കൊണ്ടും ഇതുപോലെ ക്യൂബുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ റംസാനിലുള്ള പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല വെറൈറ്റികളായിട്ടുള്ള വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.